നമസ്കാരം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന G20 ഉച്ചകോടി ഇന്ത്യ വിജയകരമായി നടത്തിയതാണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി നടന്നിരുന്ന ഒരു ഉച്ചകോടിയാണ് G20. ഇന്ത്യക്ക് ഇതെല്ലാം ഭംഗിയായി നടത്താൻ കഴിയുമെന്ന് തെളിയിക്കാനും അന്ന് കഴിഞ്ഞിരുന്നു. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരേ ഒരു അനിഷ്ട സംഭവം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ്. അതിന് ഇന്ത്യക്ക് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം എത്തിയ കാനഡയുടെ എയർഫോഴ്സ് വിമാനമാണ് യന്ത്രത്തകരാറിനെ തുടർന്ന് ഡൽഹിയിൽ പെട്ടുപോയത്. തുടർന്ന് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മറ്റ് രാഷ്ട്രത്തലവന്മാരൊക്കെ മടങ്ങിപ്പോയിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ഹോട്ടലിൽ തങ്ങേണ്ടി വന്ന ഒരവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. അന്ന് ഇത് വളരെ വിവാദങ്ങളൊക്കെ തന്നെ സൃഷ്ടിച്ചിരുന്നു. കാനഡയിൽ നിന്നുള്ള വിദഗ്ധന്മാരെത്തി വിമാനം നന്നാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം അദ്ദേഹത്തിന് അധികമായി ഇന്ത്യയിൽ തങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, അവിടെ കാനഡയിലെ ചില വിഘടനവാദികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാവുകയും ഇതിലൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, ഇന്ത്യയുടെ കർശനമായ നിലപാടിന് മുന്നിൽ ട്രൂഡോയ്ക്കൊടുവിൽ കീഴടങ്ങേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും വിമാനങ്ങളും ട്രൂഡോയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നാണ് ഇപ്പോൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ വിമാനം അടുത്ത യാത്രയിലും പണിമുടക്കിയിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ വിമാനം ബ്രാഡ്ബോൺ ആയിരിക്കുന്നത് ഇപ്പോൾ ജമൈക്കയിലാണ്. ജമൈക്കയിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരു ഉല്ലാസയാത്രയ്ക്ക് ഒഴിവുകാലം ചെലവഴിക്കാൻ വേണ്ടി എത്തിയതാണ്. പക്ഷെ മടങ്ങിപ്പോകാൻ നേരത്താണ് വിമാനത്തിന് യന്ത്ര തകരാറ് ഉണ്ടെന്ന് മനസ്സിലായത്. ഈ വിമാനം ഈയിടെ കാനഡ എയർഫോഴ്സ് വാങ്ങിയതാണ്. ഒരുപാട് അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഒരു വിമാനം തന്നെയാണ് ഇതും. തുടർന്ന് കാനഡയിൽ നിന്ന് മറ്റൊരു വിമാനം എത്തി, അതിൽ ഈ വിമാനം നന്നാക്കുന്നതിനുള്ള സാങ്കേതിക വിദഗ്ധരും കൂടി എത്തി. അങ്ങനെ അവർ ഈ വിമാനം നന്നാക്കിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് പുറപ്പെടാൻ കഴിയുക. ഏതായാലും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അദ്ദേഹത്തിൻ്റെ വിമാനം ഇതിനു മുമ്പും തകരാറിലായിട്ടുണ്ട്. 2019 അദ്ദേഹം പ്രധാനമന്ത്രി ആയതിന് തൊട്ട് പിന്നാലെ നടത്താനിരുന്ന ഒരു യാത്രയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിനുള്ള വിമാനം ഹാങ്ങറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു വാഹനവുമായി റൺവേയിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെ ആ യാത്രയും മുടങ്ങിയിരുന്നു. ഏതായാലും ജസ്റ്റിൻ ട്രൂഡോയും വിമാനങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, അദ്ദേഹം ഒരിക്കലും ഒരു വിമാനാപകടത്തിൽപ്പെട്ടില്ല എന്നൊരു ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹം സഞ്ചരിക്കേണ്ട വിമാനങ്ങളെല്ലാം തകരാറ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു വലിയ ദൈവാധീനം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇന്ത്യയിൽ അദ്ദേഹം 2 ദിവസം തങ്ങിയിട്ടും ഇന്ത്യയോടുള്ള മനോഭാവത്തിന് ട്രൂഡോയ്ക്ക് ആ ദിവസങ്ങളിലൊന്നും തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നാട്ടിലെത്തിയതിന് ശേഷം പിന്നീട് നടന്ന ചില സംവാദങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച കടും നിലപാടുകളുമൊക്കെ തന്നെ ട്രൂഡോയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതും ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. ഏതായാലും കാനഡ പ്രധാനമന്ത്രി ഇനിയും വളരെ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് വിമാനയാത്ര എന്ന് ഇതോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്.